Good morning, children. നമ്മൾ ബോട്ടണിയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് GMOs, BT cotton, nematode resistant tobacco plant, genetically engineered insulin. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീൻ തെറാപ്പി, molecular diagnosis, transgenic animals and ethical issues. So welcome to today's class. Let us continue with applications of biotechnology in medicine. Applications of biotechnology in medicine-ൽ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീൻ തെറാപ്പിയാണ്. ജീൻ തെറാപ്പി is to treat the genetic disorders. എങ്ങനെയാണ് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്? ഒരു ജീനിന് ഡിഫക്റ്റ് ആയി വരുമ്പോഴാണ് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്. ഒരു പെർട്ടിക്കുലർ ജീനിന് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നു, അപ്പോൾ അതൊരു ഡിസോർഡർ ആയിട്ട് മാറുന്നു. അതാണ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ആ ജനറ്റിക് ഡിസോർഡേഴ്സിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് എന്ത്? ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. സോ ജീൻ തെറാപ്പി ഇസ് ടു കറക്റ്റ് എ ജീൻ ഡിഫക്റ്റ് ദാറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ഇൻ എ ചൈൽഡ് ഓർ എംബ്രിയോ. ഒരു കുട്ടിയിലോ ആ കുട്ടി എംബ്രിയോ ആയിരിക്കുന്ന അവസ്ഥയിലോ ജീൻ ഡിഫക്റ്റിനെ കറക്റ്റ് ചെയ്യുന്നതിനെയാണ് ജീൻ തെറാപ്പി എന്ന് പറയാം. എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക? ആ ഫോൾട്ടി ജീനിനെ കണ്ടുപിടിക്കുന്നു, ആ ഫോൾട്ടി ജീനിന് പകരം ഒരു നോർമൽ ജീനിനെ കൊടുക്കുന്നു. The gene defect can be corrected by the delivery of a normal gene into the individual or embryo. The first gene therapy ചെയ്തത് ഒരു 4 വയസ്സായ കുട്ടിയിലായിരുന്നു. A 4-year-old girl in 1990. That girl was deficient with adenosine deaminase. Adenosine deaminase എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എൻസൈം ആ കുട്ടിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസി ഉള്ള ഒരു കുട്ടിയായിരുന്നു അത്. ആ അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസി ഉണ്ടായതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അവിടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ല. കാരണം അഡിനോസിൻ ഡിയാമിനേസ് ഇസ് ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു എൻസൈമാണ് ഏത്? അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറയുന്നത്. എന്താണ് ആ കുട്ടിയിൽ അത് സംഭവിക്കാനുള്ള കാരണം? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെലീഷൻ ഓഫ് എ ജീൻ ഫോർ അഡിനോസിൻ ഡിയാമിനേസ്. അഡിനോസിൻ ഡിയാമിനേസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആ പെർട്ടിക്കുലർ ജീൻ ആ കുട്ടിയിൽ ഡെലീറ്റഡ് ആയിരുന്നു. അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസിക്ക് ട്രീറ്റ്മെന്റ് സാധ്യമായിരുന്നു. അതിനുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി ഒക്കെ ചെയ്യാമായിരുന്നു. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജ്ജ മാറ്റിവെക്കുക. അതുപോലെ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി, അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ എൻസൈമിന്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പൊ ആ പെർട്ടിക്കുലർ എൻസൈം ഒരു ഇഞ്ചെക്ഷൻ ആയിട്ട് കൊടുക്കുക. ദാറ്റ് ഇസ് എ എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. ബട്ട് ഇതിന്റെ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുമായിരുന്നില്ല. അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറാനുള്ള ഒരു മെത്തേഡ് ആയിരുന്നില്ല ഈ രണ്ട് ട്രീറ്റ്മെന്റും. അതുകൊണ്ട് തന്നെ ദേ ഡിപ്പെൻഡ് ഓൺ അനദർ ട്രീറ്റ്മെന്റ് ഇസ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പിയെ അവര് ഡിപ്പെൻഡ് ചെയ്തു. എന്താണ് ജീൻ തെറാപ്പിയിൽ ചെയ്തത്? പേഷ്യന്റിൽ നിന്നും ആദ്യമായിട്ട് ലിംഫോസൈറ്റുകളെ അവര് റിമൂവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുത്തു. ലിംഫോസൈറ്റുകളാണ് എടുത്തത്. ലിംഫോസൈറ്റ് നമുക്കറിയാം WBC കോമ്പോണന്റ് ആണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെല്ലാണ് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലിംഫോസൈറ്റുകളെ അവര് സെപ്പറേറ്റ് ചെയ്തെടുത്തു ബോഡിയിൽ നിന്ന്. അതിനെ സെപ്പറേറ്റ് ഒരു കൾച്ചർ ചെയ്തു. ലിംഫോസൈറ്റ് കൾച്ചറിലേക്ക് അവര് ഫങ്ഷണൽ ആയിട്ടുള്ള ADA cDNA അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് ADA cDNA? cDNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോംപ്ലിമെന്ററി DNA. നോർമലി DNA-യിൽ നിന്ന് RNA ഉണ്ടാവുന്ന പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിച്ചു. അതേ RNA-യിൽ നിന്ന് തിരിച്ചൊരു DNA ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കാം. അങ്ങനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴി ഒരു DNA ഉണ്ടാവുകയാണെങ്കിൽ ആ DNA-നെയാണ് നമ്മൾ കോംപ്ലിമെന്ററി DNA എന്ന് പറയുന്നത്. ആ കോംപ്ലിമെന്ററി DNA-യുടെ പ്രത്യേകത എന്താണ്? അതിൽ കോഡിംഗ് സീക്വൻസസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എക്സോൺസ് മാത്രമേ അതിൽ ഉണ്ടാവുകയുള്ളൂ. കോഡിംഗ് സീക്വൻസസ് മാത്രമേ ഉണ്ടാവുള്ളൂ.
അങ്ങനെ ഫങ്ഷണൽ ആയിട്ടുള്ള ADA-cDNA, ഫങ്ഷണൽ ADA-cDNA എന്ന് പറയാൻ കാരണം എന്താണ്? അത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? That particular gene will produce the adenosine deaminase. പ്രോപ്പർ ആയിട്ടുള്ള അഡിനോസിൻ ഡിഅമിനേസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ADA-cDNA-ക്ക് ഉണ്ട്. ദാറ്റ് ഈസ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതാണ്. ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ വേണം നമുക്ക് എവിടേക്ക് കൊടുക്കാനായിട്ട്? ലിംഫോസൈറ്റ്സിലേക്ക് കൊടുക്കാനായിട്ട്, പേഷ്യന്റിന്റെ ലിംഫോസൈറ്റിലേക്ക് കൊടുക്കാനായിട്ട്. ഡയറക്റ്റ് ട്രാൻസ്ഫർ പറ്റില്ല. സോ വി ആർ ഡിപ്പെൻഡിങ് ഓൺ എ വെക്ടർ. ആരാണ് വെക്ടർ? റിട്രോ വൈറസ് ആണ് നമ്മുടെ വെക്ടർ. കാരണം റിട്രോ വൈറസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ആനിമൽ വൈറസ്. ഓൾട്ടർ ചെയ്തതാണ്, അതിനെ ഡിസാം ചെയ്തതാണ്. ഡിസാം ചെയ്തിട്ടുള്ള ആനിമൽ വൈറസുകളാണ് റിട്രോ വൈറസുകൾ എന്ന് പറയുന്നത്. സോ യൂസിങ് റിട്രോ വൈറസ് ആസ് ദ വെക്ടർ വി ആർ ട്രാൻസ്ഫറിങ് ദ ADA-cDNA ഇൻ ടു ദ ലിംഫോസൈറ്റ്സ്. പേഷ്യന്റിന്റെ ലിംഫോസൈറ്റിലേക്ക് ഈ ADA-cDNA ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ഇങ്ങനെ ഓൾട്ടർ ചെയ്തിട്ടുള്ള ലിംഫോസൈറ്റുകളെ വീണ്ടും ആ ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. Now the person can produce adenosine deaminase. കാരണം ഇവിടെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീനിനെ മാറ്റിയിട്ട് ഒരു കറക്റ്റ് ജീനിനെ അവര് ആഡ് ചെയ്തു കൊടുത്തു. സോ ദിസ് ഇസ് ദ ജീൻ തെറാപ്പി. സോ ADA ഡെഫിഷ്യൻസിയുടെ ജീൻ തെറാപ്പി സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു? കളക്ട് ദ ലിംഫോസൈറ്റ്സ് ഫ്രം ദ പേഷ്യൻസ് ബ്ലഡ്. പേഷ്യന്റിന്റെ ബ്ലഡിൽ നിന്ന് ലിംഫോസൈറ്റുകളെ കളക്ട് ചെയ്ത് അതിനെ ഒരു കൾച്ചറിൽ വളർത്തിയെടുക്കണം. ദെൻ അതിലേക്ക് ഒരു ADA-cDNA ആഡ് ചെയ്യണം. ഫങ്ഷണൽ ആയിട്ടുള്ള ADA-cDNA ആഡ് ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വെക്ടർ വിച്ച് ഇസ് ദ വെക്ടർ റിട്രോവൈറൽ വെക്ടർ. റിട്രോവൈറസ് വെക്ടർ ആയിട്ട് ഈ ADA-cDNA-നെ ലിംഫോസൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ കറക്റ്റ് ചെയ്തിട്ടുള്ള ലിംഫോസൈറ്റുകളെ റിട്ടേൺ ടു ദ പേഷ്യന്റ്. പക്ഷേ ഇതിനൊരു പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചാൽ ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ ആണ്. പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്, ജീൻ തെറാപ്പി എന്ന് പറയുന്ന പ്രോസസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. ദാറ്റ് ഷുഡ് ബി റിപ്പീറ്റഡ് പീരിയോഡിക്കലി. അത് ഒരു പെർമനന്റ് ക്യൂർ ആക്കാമായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഇതേ അസുഖം തന്നെ എംബ്രിയോണിക് സ്റ്റേജിൽ, ആ കുട്ടി എംബ്രിയോ ആയിരിക്കുന്ന സ്റ്റേജിൽ കണ്ടുപിടിച്ചിട്ട് അതില് ആ സമയത്ത് ബോൺ മാരോയിൽ നിന്ന് ആ ADA ജീനിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ആ ജീനിനെ നമ്മൾ സെൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു പെർമനന്റ് ക്യൂർ മെത്തേഡ് ആകുമായിരുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ജീൻ തെറാപ്പി ഫോർ ADA deficiency. So the next topic is molecular diagnosis. What is molecular diagnosis and what is the importance of molecular diagnosis? നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. അത് അസുഖമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ്? അതിന്റെ സിംറ്റംസ് വരുമ്പോഴാണ്. സിംറ്റംസ് വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു. ഡോക്ടർ കുറച്ച് ടെസ്റ്റുകൾ നമുക്ക് തരുന്നു. സീറം ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, ഫ്ലം ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകൾ തരുന്നു. സോ ആ അസുഖം കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ള കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ടെസ്റ്റുകളാണ് ഇതെല്ലാം തന്നെ. പക്ഷെ ചില അസുഖങ്ങൾക്ക്, എയ്ഡ്സ്, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ പ്രത്യേകത എന്താണ്? അതിന്റെ സിംറ്റംസ് എല്ലാം വളരെ വൈകിട്ട് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോഴേക്കും ഒരുപാട് ആ അസുഖം നമ്മളെ കടന്ന് ആക്രമിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഏർലി ഡിറ്റക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളത് മുൻകൂട്ടി തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ ഏർലി ഡിറ്റക്ഷനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ മോളിക്കുലർ ഡയഗ്നോസിസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദർ ആർ 3 മെത്തേഡ്സ് ഫോർ ദ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ദ ഡിസീസസ്. ഏതൊക്കെയാണത്? 1 is PCR, second one recombinant DNA technology and the third is ELISA. PCR നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, polymerase chain reaction. Recombinant DNA technology അതും നമുക്കറിയാം. Then the third one is ELISA, enzyme linked immunosorbent assay. എന്തിനു വേണ്ടിയിട്ടാണ് ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കൂടെ നോക്കാം. So the first one is PCR, polymerase chain reaction. നമുക്ക് അസുഖം വരുന്നത് ഒരു പാത്തോജൻ നമ്മളെ ഇൻഫെക്ട് ചെയ്യുമ്പോഴാണ്. പാത്തോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓർഗാനിസം ആണോ അസുഖം ഉണ്ടാക്കുന്നത് അതിനെ നമ്മൾ പാത്തോജൻ എന്ന് വിളിച്ചു. ബാക്ടീരിയ ആവാം, വൈറസ് ആവാം. പാത്തോജൻസ് നമ്മുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യുമ്പോൾ അത് സിംറ്റംസ് ആയിട്ട് പുറത്തു വരും.
പക്ഷേ സിംറ്റംസ് പുറത്തു വരുമ്പോഴേക്കും ആ പാത്തോജന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും നമ്മുടെ ശരീരത്തിൽ. ചില അസുഖങ്ങൾ വളരെ ലോ കോൺസെൻട്രേഷനിൽ തന്നെ ആ പെർട്ടിക്കുലർ ബാക്ടീരിയനെയും വൈറസിനെയും ഡിറ്റക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് വി ആർ ഡിപ്പെൻഡിങ് ഓൺ ദ PCR. PCR യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? PCR ഫോർ ദ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ ന്യൂക്ലിക് ആസിഡ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു പെർട്ടിക്കുലർ പാത്തോജന്റെ ജനറ്റിക് മെറ്റീരിയലിനെ ആംപ്ലിഫൈ ചെയ്ത് മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് PCR വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ദെൻ വാട്ട് ആർ ദ യൂസസ് ഓഫ് PCR? PCRന്റെ യൂസസ് എന്ന് പറയുന്നത് ടു ഡിറ്റക്ട് ദ HIV ഇൻ സസ്പെക്റ്റഡ് എയ്ഡ്സ് പേഷ്യൻസ്. എയ്ഡ്സ് ഉള്ള ആളുകളിൽ HIV ഉണ്ടോ എന്നുള്ളത്, സസ്പെക്ട് ചെയ്യുന്ന ആളുകളിൽ HIV ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ദെൻ ക്യാൻസർ പേഷ്യൻസിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. ദെൻ ജനറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ PCR യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് റീകോംബിനന്റ് DNA ടെക്നോളജി. റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഓട്ടോ റേഡിയോഗ്രാഫിയാണ്. ഓട്ടോ റേഡിയോഗ്രാഫിക്ക് ആദ്യം വേണ്ടത് വി ആർ പ്രിപ്പയറിംഗ് എ പ്രോബ്. പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സ്ട്രാൻഡഡ് DNA-നെയോ RNA-നെയോ ആണ് നമ്മൾ പ്രോബ് എന്ന് വിളിക്കുന്നത്. ആ പ്രോബിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദേ ആർ കോംപ്ലിമെന്ററി ടു ദ നോർമൽ ജീൻ. നോർമൽ ആയിട്ടുള്ള ഒരു ജീനിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് നമ്മൾ ഈ പ്രോബിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ആ പ്രോബ് ദേ ആർ ഓൾസോ റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ്. അതിന് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ആയിട്ടുള്ള പ്രോബുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ പ്രോബുകളെ നമ്മൾ നോർമൽ ജീനുമായിട്ട് അല്ലെങ്കിൽ നോർമൽ DNA-യുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ജീനുകളാണെങ്കിൽ ഈ പ്രോബുകൾ പോയിട്ട് അതിൽ ഹൈബ്രിഡൈസ് ചെയ്യും, കോംപ്ലിമെന്ററി ആയിട്ട് പെയർ ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഷീറ്റിനെ നമ്മൾ എന്തിലേക്ക് എക്സ്പോസ് ചെയ്യുന്നു? ഒരു എക്സ്റേ ഫിലിമിലേക്ക് എക്സ്പോസ് ചെയ്യുന്നു. എക്സ്റേ ഫിലിമിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് വിളിക്കുന്നത്. ഈ എക്സ്റേ ഫിലിമിലേക്ക് ഇതിന്റെ ഇമേജസ് ഫോം ചെയ്തിട്ടുണ്ടാവും. ആ ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ജീനിലേക്ക് മാത്രമേ ആര് പെയർ ചെയ്തിട്ടുള്ളൂ? പ്രോബുകൾ പെയർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നോർമൽ ആയിട്ടുള്ള ജീനിന്റെ ഇമേജസ് മാത്രമേ നമുക്ക് എക്സ്റേ ഫിലിമിൽ ലഭിക്കുന്നുള്ളൂ. അബ്നോർമൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻ കോംപ്ലിമെന്ററി ആയിട്ടുള്ള പ്രോബുകൾ ഇല്ലാത്ത കാരണം അതിന്റെ ഇമേജസ് എവിടെ വന്നിട്ടുണ്ടാവില്ല? ഈ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ അല്ലെങ്കിൽ എക്സ്റേ ഫിലിമിൽ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ നമുക്ക് മ്യൂട്ടേറ്റഡ് ജീനിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. റീകോംബിനന്റ് DNA ടെക്നോളജി വഴി നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. ദ തേർഡ് മെത്തേഡ് ഇസ് ELISA, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ. ഫസ്റ്റ് അറിയേണ്ടത് ELISAയുടെ പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതാണ്. The principle behind ELISA is antigen-antibody interaction. ആന്റിജൻ എന്താണ്? ആന്റിബോഡിയെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സബ്സ്റ്റൻസിനെ നമുക്ക് ആന്റിജൻ എന്ന് വിളിക്കാം. ഏതൊരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയാണെങ്കിലും നമ്മൾ അതിനെ ആന്റിജൻ എന്ന് വിളിക്കാം. ആ ആന്റിജനെതിരെ ഒരു ഫോറിൻ ബോഡിയാണ് കിടക്കുന്നത്. ആ ആന്റിജനെതിരെ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആന്റിബോഡി. ഈ ആന്റിജന്റെയോ ആന്റിബോഡിയുടെയോ ഇന്ററാക്ഷൻ കൊണ്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ELISA എന്ന് വിളിക്കുന്നത്. ELISA മെത്തേഡ് വഴി നമുക്ക് എയ്ഡ്സ്, ക്യാൻസർ, ഹെപ്പറ്റൈറ്റിസ് അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. So that's about the molecular diagnosis, PCR, recombinant DNA technology and ELISA. Next topic is transgenic animals. Transgenic animals whose genome is altered by the introduction of a foreign gene by manipulation. ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ആനിമൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രാൻസ്ജീനിക് ആനിമൽസ് എന്ന് വിളിക്കുക. There are examples: transgenic rats, rabbits, pigs, sheep, cows and fishes. അതിൽ മെജോറിറ്റി വരുന്നത് മൈസ് തന്നെയാണ്, എലികൾ തന്നെയാണ് മെജോറിറ്റി ആയിട്ട് നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Then what are the benefits of the transgenic animals? എന്തൊക്കെയാണ് transgenic animalsന്റെ uses? ഒന്നാമത്തത്, to study the regulation of genes on normal physiology and development.
ഒരു ഓർഗാനിസത്തിന്റെ നോർമൽ ഫിസിയോളജിയും ഡെവലപ്മെന്റിലും ഒരു ജീൻ റെഗുലേഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഒരു ഫിസിയോളജിയെ എഫക്റ്റ് ചെയ്യുന്നതൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. The second use is to study the contribution of genes in the development of a disease. ഒരു അസുഖം ഉണ്ടാക്കുന്നതിന് ഒരു ജീൻ കാരണമാകുന്നുണ്ടോ എന്നുള്ളത് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ട്രാൻസ്ജീനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഫോർ ദാറ്റ് ക്യാൻസർ, സിസ്റ്റിക് ഫൈബ്രോസിസ്, എൽഷിമേഴ്സ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട്. Then the third is for the production of biological products. ചില ബയോളജിക്കൽ പ്രോഡക്ട്സ് നമ്മൾ ഈ ട്രാൻസ്ജീനിക് ആനിമൽസിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഹ്യൂമൻസിന് യൂസ് ആവുന്ന ചില ബയോളജിക്കൽ പ്രോഡക്ട്സ്. The first one is a human protein called alpha-1 antitrypsin. ഈ alpha-1 antitrypsinന്റെ ഉപയോഗം എന്താണ്? It is to treat emphysema. It's a respiratory disorder. Then the second one, product to treat phenylketonuria, cystic fibrosis. Phenylketonuria, cystic fibrosis പോലെയുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാനുള്ള പ്രോഡക്ട്സ് ട്രാൻസ്ജീനിക് ആനിമൽസിൽ നിന്ന് എടുക്കുന്നുണ്ട്. Third one is about a transgenic cow. എന്താണ് ട്രാൻസ്ജീനിക് കൗ? ജനിതക മാറ്റം വരുത്തിയ പശു. എന്ത് ജനിതക മാറ്റമായിരിക്കും ആ പശുവിന് വരുത്തിയത് എന്ന് നോക്കാം. The name of that transgenic cow is Rosie. റോസിയുടെ മിൽക്കില് ഒരു പ്രത്യേക പ്രോട്ടീൻ പ്രസന്റ് ആണ്, ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഈ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ നോർമലി ഹ്യൂമൻ മിൽക്കില് വരുന്നതാണ്, ഹ്യൂമൻ മിൽക്കിലുള്ള ഒരു പ്രോട്ടീൻ ആണ്. അപ്പൊ ഈ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ ഈ പശുവിലോട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോ ദാറ്റ് കൗ സ്റ്റാർട്ടഡ് ടു പ്രൊഡ്യൂസ് ദ മിൽക്ക് വിത്ത് ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ. ഇപ്പോൾ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള, ന്യൂട്രീഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള, ഹ്യൂമൻ ബേസിസ് ഉള്ള ഒരു പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു മിൽക്ക് ഈ പെർട്ടിക്കുലർ കൗ, ഈ ട്രാൻസ്ജീനിക് കൗ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ദ നെയിം ഓഫ് കൗ ഇസ് റോസി. The fourth use is vaccine safety. The fifth one, chemical safety. അതായത് ചില വാക്സിനുകളോ കെമിക്കൽസോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലോങ് ടേം എഫക്റ്റ് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ടാവില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ലോങ് ടേം എഫക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ട്രാൻസ്ജീനിക് ആനിമൽസിൽ അത് ട്രൈ ചെയ്യും. പോളിയോ വാക്സിനൊക്കെ മൈസിൽ ട്രൈ ചെയ്തത് അങ്ങനെയാണ്. സോ ഈ വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിങ്ങും കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങും ചെയ്യാനെല്ലാം തന്നെ നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ജീനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ ലാസ്റ്റ് ടോപ്പിക് ഇസ് എത്തിക്കൽ ഇഷ്യൂസ്. നമ്മൾ ബയോടെക്നോളജി ഡീൽ ചെയ്യുമ്പോൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അതിൻ്റെ എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ബിക്കോസ് വി ആർ മാനിപ്പുലേറ്റിംഗ് ദ ജീൻ. ജീനിനെ ഓൾട്ടർ ചെയ്യുമ്പോൾ, മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് അതിനുണ്ട്. പക്ഷേ there should be some unpredictable results also. നമ്മൾ വിചാരിക്കാത്ത, പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. That may be threat to the human population or environment. ഹ്യൂമൻ ബീയിങ്സിനോ അല്ലെങ്കിൽ മറ്റ് ഓർഗാനിസംസിനോ എൻവയോൺമെന്റിന് തന്നെയോ ത്രെട്ട് ആവുന്ന രീതിയിൽ ആ ഒരു മാനിപ്പുലേഷൻ നടന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. So there should be a continuous monitoring. അവിടെ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ് ഈ ഓരോ ബയോടെക്നോളജിക്കൽ റിസർച്ചിലും ആവശ്യമാണ്. അതിനുള്ള ഒരു കമ്മിറ്റിയാണ് GEAC എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. അവരാണ് ഈ ബയോടെക്നോളജിയിലുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. എന്തിനുള്ള ഡിസിഷൻസ് ആണ്? അബൌട്ട് ദ വാലിഡിറ്റി ഓഫ് ദ GMOസിന്റെ വാലിഡിറ്റിയെ കുറിച്ചും അതുപോലെ തന്നെ GMOസിന്റെ സേഫ്റ്റിയെ കുറിച്ചും ഫോർ ദ പബ്ലിക് സർവീസസ്. ഈ രണ്ട് കാര്യങ്ങളിലുള്ള ഡിസിഷൻ എടുക്കുന്ന കമ്മിറ്റിയാണ് GEAC ഓർ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. അടുത്ത ഒരു ബേണിംഗ് ഇഷ്യൂ ബയോടെക്നോളജി ഫേസ് ചെയ്യുന്നത് പേറ്റൻസി ആണ്. ബയോ പേറ്റൻസി ഓർ പേറ്റന്റഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. പേറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവശാവകാശം വെക്കുകയാണ് അവർ. അതായത് ബയോടെക്നോളജിക്കൽ റിസർച്ചുകൾ നടത്തി ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അവരുടെ ആണ് എന്നുള്ളത് തീരുമാനിക്കുന്നു.
പക്ഷേ ബയോ റിസോഴ്സസ് ലഭിക്കുന്നത് ഇന്ത്യയെ പോലുള്ള ജൈവ വൈവിധ്യം ധാരാളമുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. അങ്ങനെ ഇവിടെ നിന്നുള്ള പ്രോഡക്റ്റിനെ എടുത്തുകൊണ്ടുപോയി അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി അവിടെ ചെറിയ ഒരു ഓൾട്ടറേഷൻസോ ജനറ്റിക് മാനിപ്പുലേഷൻസോ നടത്തി അവരുടെ പ്രോഡക്റ്റ് ആയിട്ട് അവരത് മാർക്കറ്റിൽ ഇറക്കുന്നു. അവരതിൻ്റെ അവകാശം എടുക്കുന്നു. ദാറ്റ് ഇസ് പേറ്റൻസി. അങ്ങനെ എടുത്തതാണ് ബസ്മതി റൈസ്. ബസ്മതി റൈസ് നോർമലി ഇന്ത്യയിൽ വളരുന്നതായിരുന്നു, നല്ല മണമുള്ള ഒരു റൈസ് ആയിരുന്നു. പക്ഷേ ഇൻ 1997 ഒരു അമേരിക്കൻ കമ്പനി ഈ ബസ്മതി റൈസിനെ കൊണ്ടുപോയി ഒരു സെമി ഡ്വാർഫ് വെറൈറ്റിയുമായി ക്രോസ് ചെയ്ത് അവരുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി. അതിലൊരു ചെറിയ ഒരു ഓൾട്ടറേഷൻ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. എന്നിട്ട് ബസ്മതി റൈസിന്റെ പേറ്റൻസി അവര് ഏറ്റെടുത്തു. അതുപോലെ തന്നെ എടുത്തിട്ടുള്ള ഹെർബൽ മെഡിസിൻസ് ആണ് ടർമറിക്, നീം ഒക്കെ തന്നെ. അങ്ങനെ പേറ്റന്റഡ് പ്രോഡക്ട്സ് അവര് അതിന്റെ അവകാശം എടുക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇന്ത്യൻ പാർലമെന്റ് ഒരു സെക്കൻഡ് അമെൻമെന്റ് ക്ലിയർ ചെയ്തു, ഇന്ത്യൻ പേറ്റന്റ് ബിൽ. ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇന്ത്യൻ പേറ്റന്റ് ബിൽ എന്ന് പറയുന്നത്. അടുത്തൊരു പ്രോബ്ലം ബയോടെക്നോളജിയിൽ വരുന്നത് ബയോപൈറസി ആണ്. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ബയോ റിസോഴ്സസ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ് ഫ്രം ദ കൺട്രീസ് ആൻഡ് പീപ്പിൾ കൺസേൺഡ്. അതായത് ഒരു റിസോഴ്സ്, ബയോ റിസോഴ്സ് അത് യൂസ് ചെയ്യുന്ന കൺട്രിയുടെയോ അത് യൂസ് ചെയ്യുന്ന ആളുടെയോ കൺസേൺ ഇല്ലാതെ, സമ്മതമില്ലാതെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ അതിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോപൈറസി എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. Some questions from this chapter. Expand ELISA and what is the principle of ELISA test? ELISA expand ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രിൻസിപ്പിൾ എഴുതുക. Name any 2 biological products from transgenic animals and explain their uses. Transgenic animalsൽ നിന്ന് ലഭിക്കുന്ന 2 ബയോളജിക്കൽ പ്രോഡക്ട്സ്, അതിൻ്റെ യൂസസ് എഴുതുക. What is biopiracy? Biopiracy എന്താണ്? Write down the steps done in gene therapy for ADA deficiency. ADA deficiencyക്ക് ചെയ്ത ജീൻ തെറാപ്പിയുടെ സ്റ്റെപ്സ് എഴുതുക. What is ADA and what is its role? എന്താണ് ADA? എന്താണ് അതിൻ്റെ റോൾ?